ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? അതായത് ദാൽ ഫ്രൈ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും അതേപോലെ 2-3 വറ്റൽമുളകും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്ന് വാടി വരണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് വെന്ത് വരണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് എണ്ണയിൽ നല്ലോണം വെന്ത് അലിഞ്ഞ് വരണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു 250 ഗ്രാം പരിപ്പ് കുക്കറിൽ ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആ മസാലയെല്ലാം ഈ പരിപ്പിലേക്ക് നല്ലോണം വരണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പം മസാലയെല്ലാം ഈ പരിപ്പിലേക്ക് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് കട്ടിയായി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി നമുക്കിതിൽ നിന്ന് ചേർത്ത് കൊടുത്ത് ഈ പരിപ്പ് കറി ഒന്ന് ലൂസാക്കിയെടുക്കാം. കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതിൽ നിർബന്ധമാണ്, അതെന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഈ പരിപ്പ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിനും അതേപോലെ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.